ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. നസീർ കൊലക്കേസിൻ്റെ ഭാഗമായി വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സത്യാമ്മയുടെ കയ്യിൽ നിന്നും വിഷ്ണുവിൻ്റെ ഫോൺ നമ്പരും വാങ്ങിക്കൊണ്ട് IG പോവുകയാണ്. സത്യാമ്മ സങ്കടത്തോടെ പറയുക, എൻ്റെ ഈശ്വര, ഒരു കാലത്തും സമാധാനം കിട്ടത്തില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ ഞാൻ. അപ്പോഴേക്കും രാഘവേട്ടൻ സത്യാമ്മയോട് പറയാമെന്ന കാര്യവും അങ്ങ് മറന്നുപോയി. രാഘവേട്ടൻ കിളി പോയതുപോലെ പഴയതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാഘവേട്ടൻ അങ്ങനെ പലതും ആലോചിച്ച് നോക്കുക. ഞാൻ ആരുടെ നമ്പരാണ് കൊടുത്തത്, ഞാൻ എന്ത് പറയാനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അവിടെ നിന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടുവാണ്. ഈ സമയം നമ്മുടെ വിഷ്ണു കളക്ട്രേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അനു കുറച്ച് ഫയലും ഒക്കെ ആയിട്ട് വരുന്നു. ഓടിച്ചെല്ലുക, എൻ്റെ അനു മേഡം, ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ, ഇങ്ങ് തന്നെ. അയ്യോ സാറേ, ഇത് വേണ്ട, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ അനു മേഡം, എന്നെ കയറി സാറേന്നൊന്നും വിളിക്കല്ലേ, ആരെങ്കിലും കണ്ടാലെന്തോ വിചാരിക്കും. ഈ ഡ്രസ്സ് കണ്ടില്ല, ഞാൻ ഇവിടുത്തെ ഡ്രൈവറല്ലേ. മേഡം ഇത് പിടിച്ചോണ്ട് നിൽക്കണ്ട, ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചിങ്ങോട്ട് വാങ്ങിക്കുവാണ്. അല്ല, ഇത് ഞാൻ എന്ത് ചെയ്യണം? ഇതേ മേഡത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാ. ഓ, അപ്പോൾ മേഡത്തിൻ്റെ ഹോംവർക്ക് ബുക്കാണില്ലേ. ഈ ജീവിതഭാരമൊക്കെ അനു മേഡത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഏയ്, ഒന്നുമില്ല, എനിക്കങ്ങനെ ജീവിതത്തിൽ വലിയ ഭാരമൊന്നുമില്ല. അയ്യോ, എൻ്റെ അനുമേടവേ, അതല്ല, ഈ ഫയൽ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാരമല്ലയോ എന്നാ ചോദിച്ചത്. എന്നാലേ വിഷ്ണു സാർ ഇവിടെ നെല്ല് 1-2 കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ എടുത്തോണ്ട് വരട്ടെ എന്നും പറഞ്ഞ് അനു അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ വിഷ്ണുവിനൊരു ഫോൺ വരുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു ഫോൺ എടുത്തിട്ട് വളരെ കൂളായിട്ട്, ആരാ വിളിക്കുന്നതെന്ന് അറിയുന്നില്ലല്ലോ. ഹലോ, ഇത് വിഷ്ണു ആണേ. എന്നാലേ ഇത് IG ഹമീദാണ്. എന്താ സാറേ വിളിച്ചത്? താൻ ഇന്ന് എൻ്റെ ഓഫീസിൽ വരെ വരണം, കഴിയുന്നതും ഇപ്പം തന്നെ വരണം. അല്ല സാറേ, കാര്യം എന്താ? എടോ, താൻ കാര്യം അറിഞ്ഞാലേ വരുത്തുള്ളോ. അയ്യോ, അങ്ങനെയൊന്നും അല്ല സാറേ, ഞാൻ വരാം. ശാലിനി ADM ജോണിനെയും ആ പാർട്ടി പ്രസിഡൻറ്റിനെയും അപമാനിച്ച് വിട്ട ദേഷ്യത്തിൽ ഇങ്ങനെ അവർ നടക്കുക. അപ്പോഴാണ് വിഷ്ണുവിന് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ADM ജോൺ വിഷ്ണുവിനെ വിളിക്കുന്നത്. ഡോ, താനിങ്ങോട്ട് വന്നേ. നീ ഈ വണ്ടി കൊണ്ടുപോയി ഉരച്ച്. ഇല്ലേടാ, വണ്ടി കൊണ്ടുപോയി ഉരച്ചെന്നോ? ഞാനങ്ങ് ഉരച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്നത് എന്തുവാടാ? നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നത്? വണ്ടി കൊണ്ട് ഉരയ്ക്കുന്നതിനാണോടാ നിനക്കൊക്കെ ലൈസൻസ് തന്നത്? വിഷ്ണു അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ കളക്ടർ ഓഫീസല്ലേ, ശാലിനി അവിടെ ഉണ്ടല്ലോ, വളരെ ബഹുമാനത്തോടെ നിന്നല്ല പറ്റത്തുള്ളൂ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു പറയാം, സാറേ, ഈ കൈ ഉണ്ടല്ലോ, ഒരുപാട് ലോറി ഓടിച്ച് പഴക്കമുള്ള കൈയായത്, അതുകൊണ്ടേ വണ്ടി ഓടിക്കാനൊന്നും എന്നെ പഠിപ്പിക്കല്ലേ. ADM രണ്ടും കൽപ്പിച്ചാണല്ലോ പുറപ്പെട്ടിരിക്കുന്നത്. വിഷ്ണുവിനോട് കയറി അങ്ങ് ചൂടാകുക. തെറ്റ് കാണിച്ചിട്ട് നീ കാരണം നാവാടുന്നോടാ. വിഷ്ണു വിട്ടുകൊടുക്കുക. സാറേ, വെറുതെ കാര്യം അറിയാതെ കിടന്ന് ചാടരുത് കേട്ടോ. ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യമായത്. ഡാ, നിനക്ക് ഈ കാറിൻ്റെ വില എത്രയെന്നറിയാവോടാ? നിനക്ക് ഈ കാർ അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞത് അത്ര സുഖിച്ചില്ല ഇല്ലേടാ? ആ വൈരാഗ്യത്തിനല്ലയോടാ നീ കാറ് കൊണ്ട് ഉരസിയത്. ഇതൊക്കെ അനു അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ പെയിൻറ്റ് മാറ്റി തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ലടാ എന്ന് ADM പറയുമ്പോൾ വിഷ്ണു പറയാം, പിന്നെ ചെയ്യാത്ത കുറ്റത്തിനൊന്നും ഈ വിഷ്ണുവിനെ കിട്ടത്തില്ല. അത് പറയുമ്പോൾ പെട്ടെന്ന് ADM കൈക്കേറി അങ്ങ് പിടിക്കുവാണ് വിഷ്ണുവിൻ്റെ. സാറേ, കയ്യേത് വിട്, വെറുതെ ഒരു സീനുണ്ടാക്കല്ലേ. അത് കേട്ടിട്ട് ADM വീണ്ടും വിഷ്ണുവിനെ ചൊറിയുക. എന്താടാ സീനുണ്ടാക്കിയാൽ നീ എന്നെ അങ്ങ് ഒലത്തുപോടാ. ശാലിനിയുടെ ഭർത്താവാണ് വിഷ്ണു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ കളിയോടെ കളിക്കുന്നത്. വിഷ്ണു ദേഷ്യത്തോടെ അവൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റുവാണ്. അപ്പോഴങ്ങോട്ട് ജില്ലാ പ്രസിഡന്റ് ചോദിക്കുന്നു, അല്ല, ഇവനെയൊക്കെ ആരാ ഇവിടെ ജോലിക്കെടുത്തത്? അതേ, ഞാനാ എന്നും പറഞ്ഞ് നമ്മുടെ ശാലിനി ഇതാണ്ട് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും അറിയാത്തവനെ പോലെ ADM ജോൺ പറയുന്നു, മേഡം, ഈ വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോൾ ഈ അഹങ്കാരി ചെയ്തത് കണ്ടോ? ഈ കാർ ഫുള്ളായിട്ട് ഉരച്ചു കളഞ്ഞു. ശാലിനി വിടുവോ? നിങ്ങളുടെ ഈ പ്രൈവറ്റ് വാഹനം എന്തിനാ ഇവിടുത്തെ ഡ്രൈവറെ കൊണ്ട് മാറ്റിയിടിച്ചത്? ADM ജോണിന് ഉത്തരം മുട്ടി, അത് മേഡം, അത് പിന്നെ. അപ്പോൾ അതൊന്നും അല്ല കാര്യം, വന്ന കാര്യം നടക്കാത്തതിൻ്റെ ചുരുക്ക് അല്ലേ? ജില്ലാ പ്രസിഡന്റിനെ നോക്കി നമ്മുടെ ശാലിനി പറയുന്നു, അധികാരത്തിൻ്റെ തിളപ്പ് കാണിക്കേണ്ടത് ഇവിടെ അല്ല, ഇതേ കളക്ട്രേറ്റാണ്. ഇവിടെ ഇടേണ്ടത് ഇവിടുത്തെ വാഹനങ്ങളാണ്. വിസിറ്റേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ പടിക്ക് പുറത്ത്. അപ്പോൾ ഈ നഷ്ടം ഞങ്ങൾ സഹിക്കണമെന്നാണോ മേഡം പറയുന്നത്? നിങ്ങളിവിടെ വണ്ടി കൊണ്ടിട്ടത് തന്നെ ഒന്നാമത്തെ തെറ്റ്. പിന്നെ ആ വണ്ടി ഇവിടുത്തെ ഡ്രൈവറെ കൊണ്ട് മാറ്റി ഇടിപ്പിച്ചത് രണ്ടാമത്തെ തെറ്റ്. ഈ കാണിച്ച തെറ്റുകളുടെയൊക്കെ പരിഹാരമായിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ആ വണ്ടിയുടെ കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി, എന്നിട്ട് സ്വന്തം പാക്കറ്റിൽ നിന്ന് പണം എടുത്ത് അതിനങ്ങ് കൊടുത്തേര്.
എന്നിട്ട് വിഷ്ണുവിനെ നോക്കി ശാലിനി പറയുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, വണ്ടി എടുക്ക്. ശരി മാഡം എന്നും പറഞ്ഞ് വിഷ്ണു എളുപ്പം ചെന്ന് ആ ഡോർ തുറന്നു കൊടുക്കുന്നു. അത് ശാലിനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അനു വന്നിട്ട് ADM-നോട് ഒന്ന് ചോദിക്കുന്നു, എന്താ സാറേ ഇതൊക്കെ ഒരു തുടക്കമാനു, ഇനി വരാനിരിക്കുന്ന വലിയൊരു വെടിക്കെട്ടിൻ്റെ ഒരു വെറും സിമ്പിൾ സാമ്പിൾ. ഇവനെ ഞാൻ അങ്ങനെ അധികകാലം ഇവിടെ ഡ്രൈവറായിട്ട് വാഴിക്കില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്ഥലത്ത് അങ്ങനെ ജോലി ചെയ്ത് സൂഹിക്കണ്ട. ശാലിനി ഇങ്ങനെ ആ കാറിലിരുന്ന് ആകെ വിഷമിക്കുവാണ്. എന്നിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്താ വിഷ്ണുവേട്ടൻ്റെ ഉദ്ദേശം? ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, അവിടെ ജോലി ചെയ്യുന്നതിന് അതിൻ്റെതായ കുറേ ഉത്തരവാദിത്തങ്ങളും ഒക്കെ വേണം. അല്ലെങ്കിൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അതിനിപ്പോൾ ഇങ്ങോട്ട് വന്ന് കുതിര കയറിയ കൈയും കെട്ടി വെറുതെ നിൽക്കാൻ പറ്റുമോ? അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ അവസരം ഉണ്ടാക്കിയതല്ലല്ലോ, അവരായിട്ട് തുടങ്ങി വെച്ചതല്ലേ. അതിനായിട്ട് എന്തിനാ അതിനകത്തൊക്കെ പോയി തല വെച്ച് കൊടുക്കുന്നത്? അതായത് പുറത്തെടുക്കുന്ന ചട്ടമ്പിത്തരം ഒന്നും കളക്ട്രേറ്റിൽ എടുക്കരുതെന്നാണ് പറഞ്ഞത്. എടുത്താൽ അതിൻ്റെ ക്ഷീണം എനിക്കാ. മറ്റുള്ളവരുടെ മുന്നിൽ സമാധാനം പറയേണ്ടി വരുന്നത് ഞാനാ. വിഷ്ണുവിന് ദേഷ്യം വന്നിട്ട് വയ്യ, എന്തോ ഒന്ന് പറയാനായിട്ട് ഒരുങ്ങിയിട്ട് പെട്ടെന്ന്, ശരി മാഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശത്രുക്കൾ പല രീതിയിൽ പ്രതികരിച്ചിരിക്കും. അതൊക്കെ മനഃപൂർവ്വം എന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തികളാണ്. അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മാഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല മാഡം. ഓ മാഡം മാഡം മാഡം, ഇനിയെങ്കിലും അങ്ങനെയുള്ള വിളി ഒന്ന് നിർത്താവോ? മാഡത്തിനെ മാഡം എന്നല്ലാതെ പിന്നെ എന്തുവാ മാഡം വിളിക്കേണ്ടത്? അതെ, എന്നെ ഒന്നും വിളിക്കണ്ട. എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചോളാം. പിന്നെ അതും പറഞ്ഞുകൊണ്ട് വഴക്കം പിടിച്ചോണ്ട് വന്നേക്കരുത്. വീടല്ല ഓഫീസ്, അവിടെ കുറേ അച്ചടക്കവും ബഹുമാനവും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയുന്ന അതൊന്നും വേണ്ടെന്ന്. വിഷ്ണു അങ്ങനെ പറയുന്നത് കേട്ടിട്ട് ശാലിനി പറയും, എൻ്റെ വിഷ്ണുവേട്ട കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കാവോ? എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് വയ്യ. വിഷ്ണു മിററിൽ കൂടെ ഇങ്ങനെ ശാലിനിയെ നോക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ സങ്കടവും വരുന്നുണ്ട്. പെട്ടെന്ന് വിഷ്ണു വിക്സ് എടുത്ത് കൊടുത്തിട്ട് പറയുന്നു, ഇത് തലവേദനയ്ക്ക് ഒറ്റ തവണ പുരട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ശാലിനിയോട്. ഇനി എന്താ ഞാനത് പുരട്ടിത്തരണോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാലിനി അതങ്ങ് മേടിക്കുവാണ്. ആ സമയത്ത് ശാലിനിയുടെ ഫോണിലോട്ട് ശാരികയുടെ ഹസ്ബൻഡ് രാജീവിൻ്റെ ഫോൺ വരുന്നു. പെട്ടെന്ന് ശാലിനി ഫോൺ അറ്റൻഡ് ചെയ്ത്, രാജീവ് സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ശാരിക അവിടെ എത്തി അല്ലേ എന്നിങ്ങനെ രാജീവ് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നത്, എത്തിയെന്ന് മാത്രമല്ല മറ്റൊരു സന്തോഷ വാർത്ത കൊണ്ടുണ്ട്, ചേച്ചി പ്രഗ്നൻ്റാ. രാജീവ് സാർ എന്നാ അവിടുന്ന് തിരിക്കുന്നത്? ഇങ്ങോട്ട് വരുമോ അതോ നേരെ വീട്ടോട്ട് പോവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യാതൊരു മറുപടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ശാലിനി ഹലോ ഹലോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യാൻ? അപ്പോഴേക്കും രാജീവൻ ഫോൺ കട്ട് ചെയ്ത് അവൻ്റെ പണിക്ക് പോയെന്നാണ് തോന്നുന്നത്. ശാലിനി എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു, വിഷ്ണുവേട്ട വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിക്കേ. അങ്ങനെ വിഷ്ണു അങ്ങോട്ട് സൈഡിലോട്ട് വണ്ടി നിർത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശാലിനി ഇറങ്ങി വന്ന് ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് വിഷ്ണുവിൻ്റെ തൊപ്പി അങ്ങ് ഊരുവാണ്. അയ്യോ എൻ്റെ തൊപ്പി എന്ന് പറയുമ്പോൾ ശാലിനി പറയാം, ഞാനിപ്പോൾ കളക്ടർ ശാലിനി വിഷ്ണു അല്ല, വെറും ശാലിനിയാണ്. ഇപ്പം നമ്മൾ ഒപ്പത്തിനൊപ്പമാണ്. ഇനി നമുക്ക് നമ്മുടെ കുടുംബകാര്യം സംസാരിക്കാം. വിഷ്ണുവേട്ട വിളിച്ചത് രാജീവ് സാറാ, പക്ഷേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് എന്തൊക്കെയോ ശാലിനി പറയുന്നുണ്ട്. ശാരികയുടെ അമ്മായിയമ്മയും അമ്മാവനും ചേർന്ന് ശാരികയോട് നടത്തിയ പോരുകളെക്കുറിച്ചൊക്കെ ആയിരിക്കും ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് വിഷ്ണുവിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. വിഷ്ണു അല്ലേ, IG ഓഫീസിലോട്ടൊന്ന് വരേണ്ടി വരും എന്ന് പറയും. അതിനെന്താ വരാമല്ലോ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. ആരാ വിഷ്ണുവേട്ടാ വിളിച്ചത്? അത് ഞാൻ IG ഓഫീസിലോട്ടൊന്ന് ചെല്ലണമെന്നും പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിഷ്ണുവും ശാലിനിയും കൂടെ IG ഓഫീസിലോട്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ രാഘവേട്ടൻ കൂട്ടിലിട്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ചിട്ട് നടക്കുക. ഞാൻ ഇന്ന് എവിടെയൊക്കെ പോയി? ഞാൻ വല്ല സാധനം മേടിക്കാൻ പോയോ? എന്തൊക്കെയോ മൈൻഡിൽ കൂടി ഇങ്ങനെ ഓടുന്നുണ്ട്. ഏതോ ഒരു ഓട്ടോറിക്ഷ, കുട്ടികൾ, ടാറ്റ കാണിക്കുന്നത്, എന്തൊക്കെയോ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഈശ്വര, ഞാൻ ഏത് ഭാഗത്തേക്കാണ് പോയതെന്ന് പോലും എനിക്കൊന്ന് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴങ്ങോട്ട് സത്യം ഏതോ മെഡിസിൻ കൊടുക്കാനാണെന്ന് തോന്നുന്നു വരുന്നത്. എന്താ രാഘവേട്ട ഒറ്റയ്ക്കൊന്ന് സംസാരിക്കുന്നത്? ഫാമേ, ഞാൻ ഇന്ന് എവിടെയെങ്കിലും പോയതായിട്ട് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാണ് രാഘവേട്ട എനിക്കറിയാവുന്നത്? ഇവിടുന്ന് പോയത് രാഘവേട്ടനല്ലേ? ഞാൻ ഇവിടുന്ന് രാവിലെ പോകുന്ന ആളല്ലേ രാഘവേട്ട? അതിനിടയ്ക്ക് രാഘവേട്ടൻ എവിടെയെങ്കിലും പോയോ എന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റും? എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല രാഘവേട്ട, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? അത് ഫാമേ, ഞാൻ ഏതോ ഒരു കാര്യം ഫാമയോട് പറയാനിരുന്നതാണ്. അത് പക്ഷേ ഞാനതങ്ങ് മറന്നുപോയി. അത് വല്ല ഗുണമുള്ള കാര്യമാണോ രാഘവേട്ട? എൻ്റെ ഫാമേ, അതെനിക്കറിയാമെങ്കിലേ ഞാനിങ്ങനെ ഓർത്തെടുക്കാൻ പാടുപെടുവോ? എങ്കിലേ നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ രാഘവേട്ട. ആ പറ, ഈ ചായ കുടിക്കും, അല്ലെങ്കിൽ ഇത് ആറിപ്പോവും. ഫാമേ, എന്തായിരിക്കും ഞാൻ ഫാമയോട് പറയാൻ വന്ന കാര്യം? എൻ്റെ ഓർമ്മയിൽ എവിടെയോ കിടപ്പുണ്ട്.
പക്ഷേ എനിക്കതങ്ങോട്ട് ഓർത്ത് പറയാൻ പറ്റുന്നില്ല. എൻ്റെ രാഘവേട്ട, നമുക്ക് ആ ഡോക്ടറെ ഒന്നും കൂടെ പോയി കാണാം. നാട്ടിൽ നിന്നുകൊണ്ട് വല്ല ചികിത്സയും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഫാമേ അയാൾ അതിന് സമ്മതിക്കുമെന്ന്. പിന്നെ അല്ലാതെ ഈ മറവിയും വെച്ചോണ്ടിരുന്ന എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ പിന്നെ ഓർമ്മ കിട്ടിയിട്ട് എന്ത് കാര്യമാണ് ഫാമേ? വെറുതെ മേലനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് ചോറ് തിന്നാൻ വേണ്ടി ഇരിക്കുമല്ലേ? അതിനൊക്കെ ഈ ഓർമ്മ തന്നെ ധാരാളമാണ്. എന്തിനാ രാഘവേട്ട ഇങ്ങനെ സ്വയം പഴിച്ച് സംസാരിക്കുന്നത്? ഇത് ജീവിതമാണ്, എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്ന് പറ്റത്തില്ലല്ലോ. രാഘവേട്ടൻ സങ്കടത്തോടെ തന്നെയാണ് പറയുന്നത്. ഫാമേ, ഇങ്ങനെ പോയാൽ ഞാൻ തന്നെ എന്നെ മറക്കും. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഭാര്യയാണെന്നും എൻ്റെ പേരും നാളുമൊക്കെ നീ തന്നെ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയായിരിക്കും ഫാമേ. അതുവരെ എന്നെ ജീവനോടെ കിടത്തിയേക്കല്ലേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ ഭഗവാനോട്. മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അങ്ങ് പോകുന്നതല്ലേ ഫാമേ നല്ലത്? ആരുടെയും പരിഭവവും പരാതിയും ഒന്നും കേൾക്കണ്ടല്ലോ. അത് കേട്ടിട്ട് സത്യാമ്മ പറയാം, അത് കൊള്ളാമല്ലോ രാഘവേട്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങൾ അതൊക്കെ കാര്യമായിട്ട് എടുക്കുവാണോ? അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ വെറുതെയാന്ന്. എത്ര കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വന്നാലും സന്തോഷത്തോടെ എനിക്കൊന്ന് കിടന്നുറങ്ങാൻ യോഗമുണ്ടോ? എന്തെങ്കിലുമൊക്കെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഫാമേ, ഞാൻ നിന്നോട് പറയാൻ വന്ന കാര്യം അതെന്തായാലും സന്തോഷം തരുന്ന കാര്യമായിരുന്നു. പക്ഷെ അതെന്താണെന്ന് എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലല്ലോ ഫാമേ. ഞാനിനി എന്തെങ്കിലും ഒരു സൂചന ഫാമയ്ക്ക് തന്നായിരുന്നോ? എവിടെ? എനിക്ക് ഒരു സൂചനയും തന്നില്ല രാഘവേട്ട. രാഘവേട്ട ദാണ്ടെ എനിക്കകത്ത് ഒരുപാട് പണിയുണ്ട്. രാഘവേട്ടനാണെങ്കിൽ മറന്നുപോയതും ചിന്തിക്കാനുമൊക്കെ ഒരുപാട് സമയവും ഉണ്ട്. അതുകൊണ്ടേ ആലോചിച്ചെൻ്റെ ഇവിടെ തന്നെ അങ്ങിരിക്കും, ഓർമ്മയിൽ വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് സത്യാമ്മ അകത്തോട്ട് പോവുകയാണ്. രാഘവേട്ടൻ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നെഴുതിയ കത്ത് കൊണ്ടുവച്ചിരുന്ന അലമാര നമ്മുടെ സത്യാമ്മ വന്ന് തുറന്നിട്ട് അതിന് സത്യാമ്മയുടെ സാരി എടുക്കുന്നുണ്ട്. പക്ഷെ സത്യാമ്മ എഴുതി വെച്ചിരിക്കുന്ന കത്ത് കാണുന്നുമില്ല. ആ കത്ത് താഴെ വീഴുന്നുണ്ട്. അത് സത്യാമ്മ കാണാതെ സത്യാമ്മയുടെ തുണിയും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ കത്ത് അങ്ങനെ താഴെ കിടക്കുവാണ്. ശാലിനിയും വിഷ്ണുവും കൂടെ IG ഓഫീസിലോട്ട് വന്നിരിക്കുവാണ്. വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്ന, വിഷ്ണുവേട്ട സത്യം പറ, ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമാണ് ശാലിനി? ഒരു പ്രശ്നവുമില്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് വിഷ്ണു അകത്തോട്ട് പോവുകയാണ്. IG ചോദിക്കുന്നു, വിഷ്ണുവല്ലേ? അതെ സാർ, ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. സാറെന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്താ തനിക്ക് പോകാൻ ധൃതിയുണ്ടോ? അതല്ല സാറേ, വൈഫ് കൂടെയുണ്ട്, പുറത്തിരുത്തിയിരിക്കുക. അതിനെന്താ, അവിടെ ഇരിക്കട്ടോ. എന്താ ഇത്ര തിരക്ക്? തൽക്കാലം 1-2 കാര്യങ്ങളെ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടിയതിന് ശേഷം വേഗം പോകാൻ പറ്റുമോ അതോ കുറേ നേരം കൂടെ നിൽക്കണമെന്നൊക്കെ ഉള്ളത് പിന്നെ തീരുമാനിക്കാം. വിഷ്ണു എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ഞാൻ കളക്ട്രേറ്റിലെ ഡ്രൈവറായിട്ട്. എന്നാൽ ചോദ്യത്തിലോട്ട് കിടക്കാം. നസീറിനെ നീ എവിടെ കൊന്നു കുഴിച്ചുമൂടിയിരിക്കുന്നത്? നസീറോ? കേട്ടത് വിഷ്ണു അങ്ങനെ ഞെട്ടി നിൽക്കുക. ഞാൻ കൊന്നെന്നോ? സാർ എന്തൊക്കെയായി പറയുന്നത്? എടാ, വ്യക്തമായി അന്വേഷിച്ച് തെളിവുകൾ നിനക്കെതിരെ കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചതും നിന്നെ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്നതും. പറ, ആ ബോർഡ് നീ എന്ത് ചെയ്ത്? സാറേ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ മനസ്സാവാചം അറിയാത്ത കാര്യമാണ് സാർ ഈ പറയുന്നത്. സാർ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് മറുപടി പറയുന്നത്? ഇങ്ങോട്ട് മാറി നിൽക്കടാ. നസീറിനെ അവൻ്റെ കൂട്ടുകാരെ ഒരിക്കൽ നീ ആക്രമിച്ച് പോലീസ് സ്റ്റേഷനിൽ നീ കൊണ്ടുവന്നിട്ടുണ്ട്. നസീറിൻ്റെ കൂട്ടുകാരാരോ നിൻ്റെ പണം എടുത്തെന്നും പറഞ്ഞു. സാറേ, ആ പണം കിട്ടുകയും ചെയ്ത്. ശരി, അതവിടെ ഇരിക്കട്ടെ. ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് നൂർജഹാനെയും കൊണ്ട് നീ ഇറങ്ങുന്ന ദിവസം പോലീസ് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത ദിവസം ഉണ്ടല്ലോ, നസീർ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. ആ ദിവസം മുതൽ നസീർ മിസ്സിംഗ് ആണ്. നീയും ആ വീട്ടുകാരും അറിയാതെ നസീറിനൊന്നും സംഭവിക്കത്തില്ല. ഇനി പറ, നീ എവിടെയാണ് അവനെ കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നത്? സാർ എന്തൊക്കെയായി പറയുന്നത്? ഞാനല്ല എടാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിക്കുവാണ്. ഒരു പോലീസുകാരൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് ഞാൻ മാറും. അതിനിട വരുത്താതെ നീ ഉള്ളതുപോലെ പറയടാ. എങ്ങനെയാണ് നീ നസീറിനെ അപായപ്പെടുത്തിയത്? സാറേ, ആ സമയത്താണ് ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയത്. അതുവരെ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും ചേർന്ന് ടൂറിലായിരുന്നു. നീ എന്താടാ കളിക്കുവാണോ? ഞാൻ എൻ്റെ ഏറ്റവും നല്ല മര്യാദര ഭാഷയിലാണ് നിന്നോട് സംസാരിക്കുന്നത്. എന്നിട്ട് നീ എന്നെ പൊട്ടനാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടേ വിടത്തോളടാ. പറയടാ, ആ ബോർഡ് നീ എന്ത് ചെയ്ത്? സാറ് വേണമെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിൻ്റെ ഭാര്യ ആരാടാ? മജിസ്ട്രേറ്റ് ആണോടാ എന്ന് ചോദിക്കുമ്പോൾ ദാണ്ട നമ്മുടെ ശാലിനി അവിടെ അങ്ങോട്ട് വന്നിട്ട് പറയാം, അതെ മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റാണ്. ശാലിനി അങ്ങനെ IG എടുത്തിട്ട് വന്നിട്ട് പറയുന്നത്, ഞാൻ ശാലിനി വിഷ്ണു, ഇതെൻ്റെ ഹസ്ബൻഡാണ്, എന്താണ് അറിയേണ്ടത്?
ഞാൻ പറഞ്ഞു തരാം. ആ നിമിഷം വരെ വിഷ്ണുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായ കാര്യങ്ങൾ പറയാനും പറ്റും. നിങ്ങളുടെ സംശയം തീർത്തു തരേണ്ടതും എൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അബൂബക്കറിൻ്റെ മകൻ നസീർ അന്നേ ദിവസം കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയുടെ വീട്ടിൽ വന്നിരുന്നു. അബൂബക്കറിൻ്റെ ഫോണിൽ വന്ന മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ പിന്നീട് ഈ നസീറിനെക്കുറിച്ച് ഒരറിവുമില്ല. ഫോൺ സ്വിച്ച് ഓഫും ആണ്. വിഷ്ണുവിനെ ആ രാത്രിയിൽ നൂർജഹാനോടൊപ്പം ആ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. നൂർജഹാനെ രക്ഷിക്കാൻ വന്ന വിഷ്ണു നസീറുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് നസീർ മരണപ്പെട്ടു. അത് കേട്ട് വിഷ്ണു അങ്ങ് ഞെട്ടുവാണ്. ഇയാളിതെന്തൊക്കെയായി പറയുന്നത്? വിഷ്ണു ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് പോലീസിൻ്റെ നിഗമനം. അത് കേട്ടിട്ട് നമ്മുടെ ശാലിനി പറയുന്നു, ആ നിഗമനം തെറ്റാണെന്ന് കാണിക്കാൻ പൊന്മുടിയിലെ ഒരു ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം അത്രയും നേരം ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ എന്നോടൊപ്പം നിന്നിരുന്ന വിഷ്ണുവേട്ടൻ ഇവിടെ വന്നൊരു കൊലപാതകം നടത്തി ആ ബോഡി കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോടതിയും വിശ്വസിക്കത്തില്ല. അത് കേട്ട് IG ഹമീദ് ഇങ്ങനെ കൊള്ള പ്രതീക്ഷയെ നഷ്ടപ്പെട്ട പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ IGക്ക് ഒന്നും പറയാൻ ഉത്തരവില്ല. വിഷ്ണുവിനെതിരായിട്ട് ഒരു തെളിവ് പോലും കാണിക്കാനും ആ IGക്ക് പറ്റുന്നതുമില്ല. ഇനി നസീറിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിച്ച് ശാരദാമ്മയുടെ വീട്ടിലെത്തുമോ, അവിടെ ഗോപാലേട്ടന് കുഴിച്ചിട്ടിരിക്കുന്ന നസീറിൻ്റെ ബോഡി പോലീസ് കണ്ടുപിടിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.